സാധനം ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ബൂർക്കക്കഴിഞ്ഞ് എൻ്റെ ഭിത്തി മുളപ്പിച്ചിട്ട് തയ്യാക്കിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനെന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ചപ്പാണ്. ഇത് വേണ്ട, ഇത് പിന്നെ കരിയിലാണ്. പിന്നെ കരിയിനകത്ത് ഇതിപ്പോൾ 40 മിനിറ്റ് ആക്കി വെച്ചതാണ്. ഇതെന്തെല്ലോ കൂടിയിട്ട് പെരക്കി വെച്ചതാണ്. വളവും ചകിരിച്ചോറും പിന്നെ കുമ്മായവും അലമുള എല്ലാം കൂടി. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ചും കൂടി പിന്നെ കുറച്ച് ചാരവും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ചാരവും കൂടി ഇടുന്നുണ്ട്. ഇതിനകത്ത് വെണ്ണീര് കൂട്ടിട്ട് കുറച്ച് ചാരവും കൂടി ഇട്ടേ. കുറച്ച് ചാരവും കൂടി ഇട്ടിട്ട് കുഴക്കട്ടെ. വേണ്ട, ഇത് കൂടി ഇട്ടിട്ട് കുറച്ച് അതും കൂടി കൂട്ടിയിട്ട് എല്ലാത്തിനും ചാരം നല്ലതാണ്. ചാരം കൂട്ടേണ്ടതാണ്. ചാരം കൂട്ടിയാൽ കുമ്മായെല്ലാം കൂട്ടിയിരിക്കും. അതുകൊണ്ട് ചാരം കൂട്ടല്ലേ വയ്യ കൊടുക്കില്ലോ. ചാരം കലക്കി അടിച്ചു കൊടുക്കലോ. അതിൽ കിഴങ്ങല്ലേ, അതുകൊണ്ട് കുറച്ച് ചാരം കൂടി കൂട്ടാം. ഇത് കുറച്ച് പൊടിവളം അതും കൂടി ഇതിൻ്റെ കൂട്ടി തന്നെ കൂട്ടിയേക്കാം. കേട്ടോ, ഇതെല്ലാം കൂടി ആക്കിയിട്ട് ഇതിപ്പം ഇത് ബാഗാണ്. ഇത് മണ്ണ് തെറിച്ചിട്ട് അവിടെ പുതിയ ബാഗ് തന്നെയാണിത്. ഇതിപ്പോൾ അവിടെ മിറ്റത്ത് വെച്ചെടുത്ത് നിർത്തുകൊണ്ടു. ഞാനിപ്പോൾ ഇതിനകത്തൊന്നും എടുക്കാൻ പോകുന്ന വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിയില വാരിയിട്ടെ. ഇതിനകത്ത് രണ്ടെണ്ണത്തിലേക്കൊന്നും ഇടും. പിന്നെ അപ്പോഴേക്ക് തൈ ആയാൽ നേരം നമുക്ക് നോക്കി നടാം. ഇത് രണ്ടെണ്ണത്തിലാണ് ഇടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇത് വാരിയിട്ടെ. ഇങ്ങനെ ഇത് കുറച്ച് വാരിയിടും. കുറച്ച് ഇത് ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് ഇത് വാരിയിടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അമർന്ന് കിട്ടില്ല. എന്നാലേ അതിനൊരു യോജിപ്പ് കിട്ടുള്ളൂ. വാരിയിട്ടെ. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു. അതിന് ശേഷം ആദ്യം നമ്മളിത് വാരിയിടുക. ഇത് ഇടയ്ക്കിടെ ഇട്ട് കൊടുത്താൽ ആ വളത്തിന് ഒരു നല്ല മാറ്റം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇങ്ങനെ പിന്നെ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ചപ്പിട്ടാൽ ഇത് നല്ല വളമാണ്. കരിയില എന്ന് പറഞ്ഞാൽ പച്ചത്തോല് കൊത്തിയിട്ട് ഉണക്കിയ വളമാണിത്. നല്ല ഉപ്പിലേൻ്റെ തോല് എന്ന് പറഞ്ഞാൽ നല്ല തോല. അതുകൊണ്ട് ഇത് നല്ല ഇതുണ്ട്. ഇത് ഞാനിപ്പോൾ ഇത്തിരി നടുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതേ വാരിയിടാം. ഇത് കുറയുമ്പോൾ കുറച്ച് മുളച്ച് വന്നിട്ടാകുമ്പോൾ കുറച്ചും കൂടി നമുക്കിത് വാരിയിടാം. അതാണ് കണക്കിൽ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് ഇത് വാരി തോല് ഞാനിങ്ങനെ കുറേ ഉണക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയിട്ട് തോല് ഞാൻ ഇതേപോലെ എടുത്ത് വാരി ഉണക്കി ചാക്കിൻ്റെ അകത്ത് വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ തോല് ബാക്കി. ഇല്ലെങ്കിൽ പിന്നെ നനഞ്ഞിട്ട് തോലൊന്നും ഉണ്ടാവില്ല ബാക്കി. കഴിഞ്ഞ ആളെടുത്ത് ഒത്തിരിയിട്ടായിരുന്നു തോല് കൊത്താൻ. അത് കൊത്തിയതിന് ശേഷം അതിന് തോല് ഞാൻ ആഞ്ഞിട്ടില്ല ചാക്കിനകത്ത് വാരി വെച്ചിട്ടായിരുന്നു. പച്ചത്തോലി അതാണിത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇത് വരിക്കും കൂടി കരിയില വാരിയിട്ടു. ഇതിപ്പോൾ നമ്മളെല്ലാം നമുക്ക് കഴിയുന്ന പണിയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാം. ഒരു സാധനം പുറത്ത് പോകേണ്ടതില്ല. എല്ലാം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ എല്ലാ സാധനവും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങണ്ട. അങ്ങനെ നമ്മൾ കൃഷി ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. അരി പോലും നിനക്ക് വാങ്ങേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കഴിയുമ്പോൾ ഒരു 5 വേഗം നട്ടിട്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സാധനവും വളപ്പിൽ ഒരു സാധനവും കളയാനില്ല. വാഴത്തടം മുതൽ പിടിച്ചിട്ട് എല്ലാ സാധനവും നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഒന്നും കളയാനില്ല. തേങ്ങ ചേട്ട ചേരി മുതൽ പിടിച്ച് നിന്നടക്കം അങ്ങനെയുള്ള സാധനങ്ങളും കളയാനില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ നട്ടാകുമ്പോൾ വേറെ പണിയുണ്ട്. അത് രണ്ടാമത്തെ ഒരു പണി എടുക്കണം. അതും കൂടി എടുത്താൽ മാത്രമേ ഇതിൻ്റെ പണി പൂർത്തിയാവുള്ളൂ. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ വാരിയിട്ടിട്ട് കണ്ടാ. ഇനിയിപ്പോൾ നമുക്കിത് പീല് നടാലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് തൈ. ഇത് നമ്മുടെ ഇതിൻ്റെ കിഴങ്ങ് വായി മുളപ്പിച്ചിട്ട്
അതിൻ്റെ അകത്ത് കിട്ടിയ ഇതാണ്. ഇത് ഞാൻ മുളക്കാൻ എടുത്താണ്. കുറേ ആയി മഴ പെയ്യുമ്പോൾ ഇത് മുളക്കൂല, എല്ലാ സമയത്തൊന്നും ഇത് മുളക്കൂല. അതുകൊണ്ട് ഇതിനൊരു സമയമുണ്ട്, കൊല്ലത്തുമ്പോൾ മാത്രമേ ഇത് ഇപ്പം നട്ടാൽ അപ്പാടന്ന് ഇത് മുളച്ച് കിട്ടൂല. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഇത് ഇവിടെ നട്ടിട്ട് കാണിച്ചു തരാം. ഒരു കൊല്ലം എത്തുമ്പോൾ ഇത് മുളക്കൂല, എന്നാലേ നമുക്ക് തയ്യായി കിട്ടൂല. കേട്ടാ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇപ്പം ഇങ്ങനെ നട്ടിട്ട് നല്ല നമുക്ക് നല്ലൊരു ഇതാവും. ഇതാ ഇതിനകത്ത് എൻ്റെ വളമെല്ലാം തേച്ചും ഇതായി മണ്ണിനെ നിറഞ്ഞിട്ടാണ് ഉള്ളത്. വളത്തിൻ്റെ നല്ല വളം പിടിപ്പുണ്ട്. ഇടയ്ക്ക് ആക്കി വെച്ചതുകൊണ്ട് ഇത് കണ്ടില്ലേ, 2 വേഗിൽ നടാൻ മാത്രം ഉണ്ട് ഇപ്പം. ഇതേപോലെ ഇത് മുഴുവൻ നടട്ടെ. ഇനിയിപ്പോൾ ഇന്നും ഇത് തല ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ അത്രേ വേണ്ടു. അത് അവിടെ മുളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തലയുണ്ടാക്കാൻ കഴിയും. അത് മുളച്ച് വരും, വേഗം പെട്ടെന്ന് ഇത് തീർത്ത് വരും. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ കണ്ടില്ലേ. ഇതാ ഇതിപ്പം നട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത് നോക്കിയാൽ ഇതാ നട്ട് കണ്ടോ, കണ്ടില്ലേ ഇതാണ് കൂർക്കക്കേക്ക് നടാൻ മുമ്പേ എന്നോട് ചോദിച്ചിനി. അന്നേരം നട്ടിട്ട് എനിക്ക് അന്നേരം വിത്ത് ആയി കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ അത് കൊണ്ടുപോയിട്ട് ഇപ്പം ഇക്കല്ലാന്ന് എനിക്ക് മുളച്ച് കിട്ടിയിട്ട് ഇപ്പം തയ്യായി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ഇട്ടതിന് ശേഷം അത് തയ്യായിട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ ഞാൻ തയ്യായിട്ട് ഇട്ടിട്ട്. അതിപ്പം മുളച്ച് വന്നു. ആ മഞ്ഞൾ നടുമ്പാന്ന് ഞാനത് മഞ്ഞളിലൊപ്പം ഇട്ട് വെച്ചിട്ട് അതാണ് ഞാനത് ഇട്ടിട്ടില്ലേനും. ഇനിയിപ്പോൾ പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ ഇന്നത്തെ മഞ്ഞൾ ആ കൂർക്കക്കിഴങ്ങിൻ്റെ നടൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇനിയിപ്പം ഇതെല്ലാം ഇനിയിപ്പോൾ ഈ കാട് വൃത്തിയാക്കണം. എനിക്ക് കാട് കണ്ടില്ലേ, കണ്ടോ, ഈ കാട് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി നോക്കണം. എനിക്കിതാ കാട്, ഇത് കണ്ട, ഇത് തേച്ചും വൃത്തിയാക്കിയിട്ട് വേണം പച്ചക്കറി നടണ്ടെങ്കിൽ. ഇതിപ്പം എനിക്ക് വൃത്തിയാക്കണം. ഇത് കണ്ടില്ലേ, ഈ കാട് വൃത്തിയാക്കണം. ഞാൻ കുറച്ച് കട വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇനിയും വൃത്തിയാക്കണം. കുറേശ്ശെ വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അത് വൃത്തിയാക്കണം. മേലേക്ക് ഇതെല്ലാം ഇങ്ങനെ താഴെ എടുത്ത് വെക്കുക. എന്നിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഇതിങ്ങനെ നിരത്തി വെക്കുക താഴെ. ഇത് കണ്ട വഴുതിന കണ്ട, ഈ വഴുതിന ഞാൻ നേരത്തെ മുറിച്ച് നട്ടതാണ്. ഇതെല്ലാം തേച്ചും വിറകെല്ലാം തേച്ചും പൊട്ടിച്ച് പോയിട്ടാവുള്ളൂ. കണ്ടില്ലേ, ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കണ്ടോ, ഇതാണ് വഴുതിന. ഞാൻ കുറച്ച് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് ഇതിലേക്കൂടി ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അതാ സമയത്ത് തന്നെ വൃത്തിയാക്കാം. കുറേശ്ശെ ഇത് വൃത്തിയാക്കിയിട്ട് വേണം തൈക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നഴ്സറി ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തൈ കൊണ്ടുവരുമ്പോഴേക്ക് ഈ കാടെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇതൊന്ന് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ നിങ്ങളൊന്ന് കാണിക്കാം. വൃത്തിയാക്കിയിട്ട് വേണം ഇതെല്ലാം ഒന്ന് ചെയ്യേണ്ടിരിക്കും. വേഗമെല്ലാം ഉണ്ട് ഇതെല്ലാം തേച്ചും അങ്ങനെ ഇങ്ങനെ പോയിട്ടാണ് ഉള്ളത്. ആണല്ലേ, ഇതെല്ലാം വൃത്തിയാക്കാം. ഉണ്ടോ, ഇതെല്ലാം ഇങ്ങനെ പറിച്ച് വൃത്തിയാക്കണം. മിഷൻ വെച്ച് വയറ്റി നോക്കുമ്പോഴേക്ക് അത് വലിക്കാൻ കിട്ടുന്നില്ല. പിന്നെ അതുകൊണ്ട് മിഷൻ വയറ്റിയിട്ടില്ല. ഇതൊന്നും വലിക്കാൻ കിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട ഇതെല്ലാം വേഗം മാറ്റിയിട്ട് വേണം. ഇതിനിപ്പം കാടെല്ലാം പറിച്ച് വൃത്തിയാക്കണമെങ്കിൽ വേഗം മാറ്റണം. ഇങ്ങനെ ഓരോന്നാകുന്നതിന് എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് കണ്ടില്ലേ, ഇതെല്ലാം അങ്ങ് മാറ്റി കൊടുക്കണം. അതെല്ലാം ഉണങ്ങിപ്പോയി കണ്ട, ഇത് എല്ലാം ഇട്ട് മാറ്റി വെക്കണം. മാറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു മാത്തൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇവിടെ ഒരു മാത്തൈ കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് പറിച്ച് നടണം. നല്ല മാത്തയ്ക്കാണ്. ഞാൻ മണ്ണ് കൊണ്ടുതന്നെ
നമ്പ്യാർ മാവിൻ്റെ തയ്യാണ് ഇത് പൊടിച്ചിട്ട് ഇതൊന്നും നടണം. ഓ പിന്നെ ഇതിപ്പോൾ ഇത് നട്ടിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന പണിയെ മതിയാക്കി ഞാൻ ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. ഞാനത് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം പിന്നെ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും എല്ലാ വീഡിയോസും കൃത്യമായി കാണുക, എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ്. നിങ്ങളൊരു ലൈക്കും ഒരു സബ്ബും ഒരു കമൻറ്റും നമുക്ക് പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷനായിട്ട് മുന്നോട്ട് പോകുമല്ലോ. യൂട്യൂബ് അതൊന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ വിഷമം. നിങ്ങൾ കമൻറ്റ് അടിക്കാൻ ഹൈപ്പ് അടിക്കുക. ഒരാഴ്ചക്ക് മൂന്ന് വീഡിയോസിന് ഹൈപ്പ് അടിക്കുക. അങ്ങനെ ഹൈപ്പ് അടിച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് കിട്ടും, അത് നിങ്ങൾക്കും കൂടി കിട്ടും. അതാണ് പറയാനുള്ളത്. ചാനലുള്ളവർക്കാണെങ്കിൽ അവർക്കും കൂടി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഹൈപ്പ് അടിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് എപ്പോൾ എന്നും എനിക്ക് വേണം. എല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാം ചെയ്യുന്നു വിചാരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പിന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് നന്ദി, നമസ്കാരം.